ആമിർ എന്നൊരു ലിബിയൻ യുവാവ്. ആമിർ അൽ മഹ്ദി മൻസൂർ ഗദ്ദാഫി എന്നാണ് മുഴുവൻ പേര്. ഹജ്ജ് ചെയ്യുക എന്നത് വർഷങ്ങളായി അദ്ദേഹം മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നമായിരുന്നു. ദിവസേന അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഒടുവിൽ ആ വിളിയെത്തി. ആമിർ ഹജ്ജിനുള്ള ഒരുക്കങ്ങളുമായി ലിബിയയുടെ തെക്കേ അറ്റത്തുള്ള സബ്ഹ വിമാനത്താവളത്തിലെത്തി. പിന്നീട് നടന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കഥയാണ്. കേൾക്കാം. സാഗർ ടോക്സിലേക്ക് സ്വാഗതം. അല്ലാഹുമ്മ ഇന്നി നവൈതു ഹജ്ജ ബൈതിക. ആമിറിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അല്ലാഹുവേ, ഞാൻ നിൻ്റെ ഭവനത്തിലേക്കുള്ള തീർത്ഥാടന ലക്ഷ്യവുമായി ഇതാ യാത്ര തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആമിറും സംഘവും വിമാനത്താവളത്തിലെത്തിയത്. മറ്റു തീർത്ഥാടകർക്കൊപ്പം വിമാനം കയറാനായി കാത്തിരുന്നു. എമിഗ്രേഷനിലെത്തിയതോടുകൂടിയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. പാസ്പോർട്ടിലെ പേരിലെ പ്രശ്നങ്ങൾ യാത്രക്ക് തടസ്സമായി. അൽ ഗദ്ദാഫി എന്നാണ് ആമിറിൻ്റെ കുടുംബ പേര്. ഇത് ലിബിയയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം നിയന്ത്രിത പട്ടികയിൽപ്പെടുത്തിയ കുടുംബമായിരുന്നു. മുൻ ലിബിയൻ പ്രസിഡന്റ് മുഅമ്മർ ഗദ്ദാഫിയുടെ പേരിലെ ഗദ്ദാഫിയാണ് സുരക്ഷാ വിഷയമായത്. പേരിലെ പ്രശ്നം കാരണം ആമിറിന് യാത്ര നിഷേധിക്കപ്പെട്ടു. വിമാനത്തിൽ കയറാനുള്ള അനുമതി ലഭിച്ചില്ല. ഹജ്ജ് യാത്രക്കാരുമായി വിമാനം പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഏകനായി ദുഃഖഭാരത്തോടുകൂടെ ആമിർ ആ കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു. ഉദ്യോഗസ്ഥർ പലതവണ അദ്ദേഹത്തെ തിരിച്ച് അയക്കാൻ ശ്രമിച്ചു. പക്ഷേ ആമിർ സമ്മതിച്ചില്ല. അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. താങ്കൾക്ക് സമയമായിട്ടുണ്ടാകില്ല, ഇതായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അള്ളാഹ് ഗാലിബ് മിഷ് മഖ്സൂം ലിഖ്, ഈ യാത്ര നിനക്ക് വിധിച്ചിട്ടില്ലായിരിക്കാം എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവുക തന്നെ ചെയ്യുമെന്ന് ആമിർ പ്രതികരിച്ചു. ഇൻഷാ അല്ലാഹ്, ഈ വിമാനം എന്നെ കൂടാതെ പോകില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിൽ ഞാൻ കയറുക തന്നെ ചെയ്യുമെന്ന് ആമിർ എന്തോ ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ പറഞ്ഞു. വിമാനം പുറപ്പെടാനിങ്ങനെ ഒരുങ്ങുമ്പോഴാണ് അദ്ദേഹം ഈ പറച്ചിലൊക്കെ നടത്തുന്നത്. പിന്നീട് അത്ഭുതം സംഭവിച്ചു. ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അനൗൺസ്മെൻറ്റ് വന്നു. സാങ്കേതിക തകരാർ കാരണം വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് കേട്ടതോടെ ആമിർ വീണ്ടും സന്തോഷിച്ചു. തകരാർ ശരിയാക്കുന്ന മുറക്ക് തൻ്റെ യാത്രാരേഖകളും ശരിയാക്കാമെന്ന് അദ്ദേഹം കരുതി. രേഖകൾ ശരിയാക്കിയെങ്കിലും വിമാനത്തിലെ ക്യാപ്റ്റൻ ആമിറിനെ കയറ്റാൻ തയ്യാറായില്ല. അതായത് പ്രോട്ടോകോൾ പ്രകാരം ഒരാൾക്ക് മാത്രമായി വിമാനത്തിൻ്റെ വാതിലുകൾ തുറക്കാനും സ്റ്റെപ്പുകൾ വീണ്ടും ഘടിപ്പിക്കാനും കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ആമിറില്ലാതെ വിമാനം പതുക്കെ റൺവേയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി. ഇനി പ്രതീക്ഷ വേണ്ടെന്നും മടങ്ങിപ്പോകണമെന്നും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ആമിറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോഴും ആമിർ പ്രതീക്ഷയിലായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇതേ വിമാനത്തിൽ താൻ പുറപ്പെടുക തന്നെ ചെയ്യും എന്ന് ആമിർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും കണ്ട് വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ പോലും അമ്പരന്നു. വിമാനം മുന്നോട്ട് നീങ്ങിയതോടുകൂടെ കാലാവസ്ഥ മാറി. മോശം കാലാവസ്ഥയിൽ പറക്കാനാവില്ല എന്ന് അറിയിപ്പ് വന്നു. അപ്പോഴേക്കും കോക്പിറ്റിൽ നിന്ന് കൺട്രോൾ റൂമിലേക്ക് പൈലറ്റിൻ്റെ സന്ദേശമെത്തി. ആമിർ മഹ്ദി ഇല്ലാതെ വിമാനം പറക്കില്ല എന്നായിരുന്നു ആ സന്ദേശം. ഏറെ നേരം വിമാനത്തിൽ ഇരുന്നത് കൊണ്ട് യാത്രക്കാർ അസ്വസ്ഥരായിരുന്നു. അവർക്ക് വേണ്ടി വിമാനത്തിൻ്റെ വാതിലുകൾ തുറക്കേണ്ടത് അത്യാവശ്യമായി. കയറിയ യാത്രക്കാരെ തിരിച്ചിറക്കി. ആമിർ കാത്തിരുന്ന ആ അവസരം വരികയാണ്. വിശ്രമത്തിന് ശേഷം ഹജ്ജ് യാത്രക്കാർ തിരിച്ച് വിമാനത്തിലേക്ക് കയറുന്ന ആ നേരത്ത് തടസ്സങ്ങളൊന്നുമില്ലാതെ ആമിറും അവർക്കൊപ്പം കയറി. നിറഞ്ഞ കണ്ണുകളോടെയാണ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ യാത്രയാക്കിയത്. ദുആ അഖിയ ഷെയ്ഖ് ആമിർ ബറകാതക് മഅന, ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണേ ആമിർ എന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. നിൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ച അനുഗ്രഹം ഞങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. വിമാനത്തിൽ കയറി ആമിർ അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹില്ലദീ ബല്ലഗനാ മുറാദന, ലക്ഷ്യത്തിലേക്ക് എന്നെത്തിച്ച നാഥ, നിനക്കാണ് സർവസ്തുതിയും. അള്ളാഹുമായി ഏറ്റവും അടുത്തവനാണ് ആമിർ എന്ന് കൂടെയുള്ളവർ പറഞ്ഞു. വിമാനം ജിദ്ദയിലെത്തിയപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുത്താണ് അമീറിനെ പൈലറ്റുമാരും ജീവനക്കാരും ഒക്കെ യാത്രയാക്കിയത്. ഹറമിലെത്തിയ ശേഷവും അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ വന്നു. അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു റബ്ബേ എന്ന തൽബിയത്തിൻ്റെ മന്ത്രങ്ങളുമായാണ് ഓരോ തീർത്ഥാടകനും മക്കയിലെത്തുന്നത്. ആ വിളിയെത്തിയവൻ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആമിർ അങ്ങനെയൊരു മനുഷ്യനായിരുന്നു. ആമിറിനെ കാണുന്നവർക്കെല്ലാം ഇപ്പോൾ ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്: അള്ളാഹുവിനോട് എങ്ങനെയാണ് ഇത്രയും അടുപ്പത്തിലായത്? ഉറച്ച വിശ്വാസവും ഉത്കടമായ ആഗ്രഹവുമുണ്ടെങ്കിൽ അള്ളാഹു കൂടെയുണ്ടാകുമെന്ന സന്ദേശമാണ് ആമിർ ലോകത്തുള്ള സകല വിശ്വാസികൾക്കും നൽകിയത്. അള്ളാഹു ഉദ്ദേശിച്ചതോടുകൂടെ ആമിറിൻ്റെ തടസ്സങ്ങളെല്ലാം വഴിമാറുകയായിരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. താങ്ക് യു.